പ്രജിൻ, ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? 171 കിലോമീറ്ററാണ് പുതിയ ദൂരപരിധി. അനൂപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ കൊണ്ടും തീർന്നില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 12:15 അടുത്ത പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. 12:15 ഇവർ ചാന്ദ്ര ഗവേഷണ ദൗത്യം ആരംഭിക്കും. ആ സമയത്ത് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ, അവർ പാലിക്കേണ്ട ഒരു SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട്, ഓപ്പറേഷൻ പ്രോട്ടോകോൾ ഉണ്ട്, SOP ഉണ്ട്. അതെല്ലാം തന്നെ നേരത്തെ നാസ കൃത്യമായി അവരെ പരിശീലിപ്പിച്ചതാണ്. അതിന്റെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയും ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അതെല്ലാം കൃത്യമായി പാലിച്ച് വേണം ആ ചാന്ദ്ര ഗവേഷണം നടത്താൻ. ചാന്ദ്ര ഒബ്സർവേഷൻ എന്ന് പറയാം, ഒരു ലൂണാർ ഒബ്സർവേഷൻ പ്രോസസ് ആണ് ശരിക്കും. അത് 12:15 തുടങ്ങി പിന്നീട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പുലർച്ചെ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി മാത്രമേ ഈ മൊത്തം പ്രോസസ് അവസാനിക്കുകയുള്ളൂ. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അത് 12:30 ശേഷം ഏതാണ്ട് 12:45 ആകുമ്പോഴത്തേക്കും ഈ ഒറയൺ എന്ന പേടകം ഈ ചന്ദ്രന്റെ മറുഭാഗത്തേക്ക് എത്തും. അതായത് ഭൂമിക്കും ചന്ദ്രനും അപ്പുറത്തേക്ക് ഒറയൺ പേടകം എത്തും. അതായത് ഭൂമിയുടെയും ഒറയൺ പേടകത്തിന്റെയും ഇടയിൽ ചന്ദ്രൻ വരും. അതായത് നമുക്ക് യാതൊരുവിധ കോണ്ടാക്റ്റും ഈ ഒറയൺ പേടകവുമായി അപ്പോൾ ഉണ്ടാകില്ല എന്നൊരു സുപ്രധാനമായ കാര്യമുണ്ട്. 44 മിനിറ്റ് നേരം ഈ ഒറയൺ പേടകവുമായി ഭൂമിയിലെ കൺട്രോൾ സെന്ററിന് യാതൊരു നിയന്ത്രണവും, യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല, യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. അതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു സമയം 44 മിനിറ്റ് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. ആ സമയത്ത് ഒറയൺ പേടകത്തിൽ നിന്ന് ശ്രമിക്കുന്ന ഒറയൺ പേടകത്തിലെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നും സാധിക്കാത്ത 44 മിനിറ്റ് ഉണ്ട്. അത് നിർണായകമാണ്. ആ 44 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഈ പേടകം നമ്മുടെ ചന്ദ്രനെ ചുറ്റി വീണ്ടും പുറത്തോട്ട് വരും. ആ സമയത്താണ് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുക. ആ സമയം കൊണ്ട് ചന്ദ്രനിലെ പരമാവധി കാര്യങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് 6420 കിലോമീറ്റർ മാത്രം അകലെ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും 6400 കിലോമീറ്റർ മാത്രം അകലെ ആ പേടകം എത്തിക്കുകയും ചന്ദ്രനിലെ കാര്യങ്ങളെല്ലാം നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും അകലത്തിലേക്ക് മാത്രം വരികയും അവരുടെ കയ്യിലുള്ള ഏറ്റവും ആധുനികമായ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചന്ദ്രനെ പകർത്താൻ പോവുകയാണ്. അത് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ ഇതിനോടകം തന്നെ പകർത്തി ഭൂമിയിലേക്ക്. ഒപ്പം തന്നെ നമുക്ക് ഈ അകത്ത് ഇപ്പോൾ ഈ ആഹ്ലാദ പ്രകടനം കാണാം, ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട്, ആഹ്ലാദം പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. യെസ്, അതെ, ദൃശ്യങ്ങളിലുണ്ട്. അത് ആഹ്ലാദം പങ്കുവയ്ക്കുന്നു, അവർ ചിരിക്കുന്നുണ്ട്, അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4,171 കിലോമീറ്റർ എന്ന അപ്പോളോ ദൗത്യത്തിൻ്റെ റെക്കോർഡ് ആർട്ടിമിസ് 2 ദൗത്യ സംഘം മറികടന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അവരുടെ മുഖത്ത് അവർ കണ്ണീരണിയുന്നുണ്ട്, അല്ലേ? കാരണം ഇതൊരു അനുപേത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതിനകത്തുള്ള സൗണ്ട് കൂടി, ഓഡിയോ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അനുപ, നമുക്ക് ആ ഓഡിയോ കൂടി കേൾക്കാം. അവർ അവിടെ സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. യെസ്, 4,171 കിലോമീറ്റർ എന്ന അപ്പോളോ ദൗത്യത്തിൻ്റെ റെക്കോർഡ് ആർട്ടിമിസ് 2 ദൗത്യ സംഘം മറികടന്നിരിക്കുകയാണ്. അത് അവർക്ക് അവിടെ കൃത്യമായി അത് അറിയാൻ കഴിഞ്ഞു. അവർ പരസ്പരം ചിരിക്കുന്നുണ്ട്, അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവർ കണ്ണീരണിയുന്നുണ്ട്. ഒരു വലിയ ദൗത്യം അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലേക്കാണ് അവർ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.